ഇതാണ് കള്ളിമുൾച്ചെടി. കണ്ടില്ലേ, പേര് പോലെ തന്നെ നല്ല മുള്ളുണ്ട് കേട്ടോ. ചട്ടിയിൽ വയ്ക്കാൻ പറ്റുന്നൊരു ചെടിയാണ്, അലങ്കാര സസ്യമായിട്ടൊക്കെ വയ്ക്കാം. പക്ഷേ തൊട്ടാൽ പണി പാടും. ഇത് ചെറിയ ചെറിയ മുള്ളുകളാണ്. ശരീരത്തിൻ്റെ ഇവിടെയൊക്കെ പറ്റിപ്പിടിക്കും, ചൊറിച്ചിൽ തുടങ്ങും. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഈ കള്ളിമുൾച്ചെടിയുടെ ഭാഗത്തുനിന്ന് നമുക്ക് ലഭിക്കാറുണ്ട്. കാണാനൊക്കെ ഭംഗിയായിട്ടിരിക്കും. ചില ആളുകളുടെ സ്വഭാവം അങ്ങനെയാണ്, കാണാനൊക്കെ മിടുക്കണം, പക്ഷെ വാ തുറക്കരുത്. വാ തുറന്നാൽ തീർന്ന്, പ്രശ്നമായി. ഇനി ഈ കള്ളിമുൾച്ചെടി ഒരിക്കലും വീടിൻ്റെ മുൻഭാഗത്ത് വെക്കരുത്. കണ്ടോ, കള്ളിമുൾച്ചെടി വീടിൻ്റെ മുൻഭാഗത്ത് വെക്കരുത്, വീടിൻ്റെ അകത്തളങ്ങളിൽ വെക്കരുത്. വളരെയധികം ദോഷം ചെയ്യും ഇത്. ഈ കള്ളിമുൾച്ചെടി പല ടൈപ്പ് ഉണ്ട് കേട്ടോ. വേറെ ഒരെണ്ണമാണിത്. കണ്ടില്ലേ? അപ്പം പറഞ്ഞത് പിടികിട്ടിയല്ലോ. വീടിൻ്റെ മുൻഭാഗത്ത് വെക്കരുത്, വീടിൻ്റെ അകത്തളങ്ങളിൽ വെക്കരുത്. ഇൻറ്റീരിയറായിട്ട് ഉപയോഗിക്കാൻ പാടില്ല. വളരെയധികം ദോഷം ചെയ്യും. ഇപ്പോൾ എന്ത് ദോഷമാണ് ചെയ്യുന്നതെന്ന് നോക്കി, ഒരു ചെടിക്ക് എന്ത് ദോഷം ചെയ്യാൻ പറ്റും എന്നൊരു സ്വാഭാവികമായിട്ടൊരു മനുഷ്യനല്ലേ, ഒരു വിമർശനം വരാം. കള്ളിമുൾച്ചെടിക്ക് മുള്ളുകളുണ്ട്. ഈ മുള്ളുകൾ നമ്മൾക്ക് തൊട്ട് കഴിഞ്ഞാൽ ദോഷം ചെയ്യും, ശരീരത്തിൽ കുത്തിക്കയറും. അതുപോലെ തന്നെ കാറ്റത്ത് ചിലപ്പോൾ പറന്ന് ഭക്ഷണത്തിൽ അവിടെ ഇവിടെയൊക്കെ വീഴാം. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ കള്ളിമുൾച്ചെടി നമ്മൾ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് കണി കണ്ട് പോയി കഴിഞ്ഞാൽ അവിടെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയായിരിക്കും വരുന്നത്. അപ്പോൾ അത് പ്രശ്നങ്ങളിലേക്ക് കടക്കും എന്നാണ് ഹൈന്ദവ വിശ്വാസം. അതുകൊണ്ട് കള്ളിമുൾച്ചെടിയെ ഒരിക്കലും വീടിൻ്റെ മുൻഭാഗത്ത് പ്രതിഷ്ഠിക്കരുത്. അവനാൾ പെശകാണ്. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക ഇക്കാര്യം. അതുപോലെ കള്ളിമുൾച്ചെടി വീടിൻ്റെ എവിടെ വെക്കണം എന്ന് ചോദിക്കും. വീടിൻ്റെ തെക്ക് ഭാഗത്തും വടക്ക് ഭാഗത്തൊക്കെ വെക്കാം, നോ പ്രോബ്ലം. കിഴക്ക് ഭാഗത്ത് വെക്കരുത്. ഇനി ഈ കള്ളിമുൾച്ചെടി വെക്കാതിരിക്കുന്നുണ്ടെങ്കിൽ ദോഷമുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരു ദോഷമില്ല, വളരെ നല്ല കാര്യമാണ്. കാണാനൊരു ഭംഗി, അത്രേ ഉള്ളൂ കേട്ടോ. പിന്നെ ചില ഔഷധ ഗുണങ്ങളും ഈ ചെടിക്കുണ്ട്. അതിനെക്കുറിച്ച് പിന്നീട് ഒരിക്കൽ പറയാം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സഹോദരങ്ങളും ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ബട്ടണിൽ ഒന്ന് പ്രസ് ചെയ്യുക. നല്ല നല്ല ഇൻഫർമേഷനുകൾ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഇനി ഷെയർ ചെയ്യുന്നതായിരിക്കും.